അപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് നമ്മുടെ കൊല്ലം സുധിയുടെ മൂന്നാമത്തെ ഭാര്യയായ രേണു സുധി. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ എന്താ പറയാ ആറാട്ടണ്ണൻ, മറ്റേ അലിൻ ജോസ് കൊച്ചിക്കാരൻ, വിഷ്ണു കൊച്ചിക്കാരൻ, അഭിലാഷ് അട്ടയും, അപ്പൊ ഇവരൊക്കെ ആയിരുന്നു ഈ ഒരു മേഖല അടക്കി വാണുകൊണ്ടിരുന്ന സിംഹങ്ങളാണ് കേട്ടോ. അതിനിടയിലേക്കാണ് ഒരു പെൺപുലി എത്തിയത്. അപ്പൊ അതെത്തി ഒരുപാട് വിവാദങ്ങളിലൂടെയൊക്കെ നടന്നു. ഒരുപാട് ആളുകൾ വീഡിയോകൾ ചെയ്തു. ആ പെൺകുട്ടി ഒന്നിനും പതറാതെ, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും ചാടി കടന്നവളാണ് ഈ രേണു എന്നുള്ള രീതിയിൽ അവൾ അവളുടെ ഇഷ്ടപ്പെട്ട മേഖലയിലൂടെ സഞ്ചരിച്ചു. അതായത് അവളെ പറഞ്ഞ ഷോർട്ട് ഫിലിമുകൾ, നാടകം, പിന്നെ ഇങ്ങനെയുള്ള ഇതുമായിട്ടാണ് കുറേയേറെ ഈ ഓൺലൈൻ മീഡിയക്കാർ തന്നെയാണ് കേട്ടോ വളർത്തിയത്. അതേതായാലും ഇവിടെ ആയിക്കട്ടെ. ഏതായാലും ആ പെൺകുട്ടി ഇപ്പോൾ വീഡിയോകൾ ഇടുന്നു. അതിനെതിരെ ആളുകൾ കുറെ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. കുറെ പെൺകുട്ടികൾ, സ്ത്രീകളൊക്കെ ഇറങ്ങിയ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോ അവരുടെ ഒരു പഴയ വീഡിയോ എടുത്ത് വെച്ചിട്ട് ആളുകൾ ഇടുന്നുണ്ട് കേട്ടോ. അതായത് പ്രസ് മലയാളം ടിവിയിൽ കൊല്ലം സുധി കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതായത് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി നാട്ടുകാരുടെ കയ്യിൽ നിന്നെല്ലാം പൈസ കടം പിടിക്കുമായിരുന്നു കോവിഡ് സമയത്ത്. അതിന് മുമ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അദ്ദേഹം വണ്ടിയിലൊക്കെ കാണുന്ന ഒരാളെ പോലും പെട്ടെന്ന് പോയി പരിചയപ്പെട്ടിട്ട് അയാളെ നമ്പർ വാങ്ങിയിട്ട് പിന്നീട് പൈസ ആവശ്യപ്പെടുന്ന ഒരു പ്രവണത പുള്ളിക്ക് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടറിവ് കേട്ടോ. എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്തും ആ വോയിസ് ക്ലിപ്പുകളൊക്കെ എപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അതായത് പുള്ളിയുടെ കുട്ടി, രണ്ടാമത്തെ കുട്ടി ഉണ്ടായ സമയത്തൊക്കെ പുള്ളിക്ക് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുന്ന പറഞ്ഞാൽ ഞാൻ എൻ്റെ വീടിനൊക്കെ അടുത്തായിട്ട് വലിയ ദൂരമൊന്നുമില്ല, ഒരു 2 കിലോമീറ്റർ അപ്പുറത്തൊക്കെ ഉള്ള ഒരാളാണ്. അതിന് മുമ്പൊക്കെ കാണാറുണ്ടായിരുന്നു. പിന്നെ ഒരു TV ചാനലിന് വേണ്ടി ഒരു ഇന്റർവ്യൂ ഒക്കെ പുള്ളിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു ആരോപണം വരികയും അത് പിന്നീട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇത് ആ വീഡിയോ ഒരുപാട് പേരുടെ പരാതികളൊക്കെ കിട്ടിയപ്പോൾ അയാൾ ആ വീഡിയോ ചെയ്തു. അപ്പോൾ അന്ന് അതിന് ബദലായിട്ട് കൊല്ലം സുധിയുടെ അവസ്ഥയൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രസ് മലയാളത്തിലെ രാഘവ് രാധാകൃഷ്ണൻ ചേട്ടൻ പോയി ഒരു വീഡിയോ ചിത്രീകരിച്ചു. അപ്പൊ അന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു രേണുവിന് ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് മരുന്നുകളൊക്കെ ഗുളികയൊക്കെ കഴിക്കുന്ന കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ ആ ഭാഗം മാത്രം എടുത്തു വെച്ച് കട്ട് ചെയ്തിട്ട് എല്ലാവരും വാരി വലിച്ചിട്ട് ഓടിക്കുകയാണ് കേട്ടോ. അതായത് എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയെ ഭ്രാന്തി ആക്കണം എന്നുള്ള തരത്തിൽ. എന്തിനാടേ, അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ നടക്കുന്നത്. നമുക്ക് കുറച്ചൊക്കെ ഈ പറഞ്ഞ കണക്ക് അവരുടെ കയ്യിൽ കുറച്ച് എന്താ പറയാ ഒരു പബ്ലിസിറ്റിയെ കിട്ടിയപ്പോൾ കുറച്ചൊന്ന് പൊങ്ങിയും, അല്ലെങ്കിൽ ഒരു മീഡിയയിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ കുറെയൊക്കെ പറഞ്ഞു കാണും. ഏതായാലും ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ചെറ്റത്തരമാണ് കേട്ടോ. അതായത് ഇവരെ ഒരു ഭ്രാന്തിയാക്കാനായിട്ട് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ട് ഇവര് ഭ്രാന്തിയാണ് എന്ന് സമൂഹം മുഴുവൻ ആക്കി തീർക്കുന്ന പരിപാടി. അത് വളരെ മോശമാണ് കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് കാണാം, അവരെ വിമർശിക്കുന്നത്, അവരെ അനുകൂലിക്കുന്നവര് ഒക്കെ അവര് മോശപ്പെട്ട ഒരു രീതിയിലേക്കല്ല പോയത്. അവര് മറിച്ച് അവര് ജീവിക്കാൻ വേണ്ടിയല്ലേ പോയി. അവരെങ്ങനെങ്കിലും ഒക്കെ ജീവിച്ചു പൊക്കോട്ടെ. അപ്പൊ ഒരാൾ മരിച്ചതും പറഞ്ഞ് അവരെപ്പോഴും ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലായ്മയിലൂടെ താഴ്ന്നു തന്നെ പോകണമെന്നാണോ? അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന ഇതൊക്കെ വാങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോ അവർക്ക് ജോലി ചെയ്ത് അങ്ങനെയൊക്കെ ജീവിക്കണമെന്നാണ്? അത് അവർക്ക് അവരുടെ എന്താ പറയാ കുടുംബം നോക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അയാളുടെ വിധവയായിട്ട് ജീവിക്കണമെന്നൊന്നും നിയമമില്ല. അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അപ്പൊ ഏതായാലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ കുടുംബമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? പറയുന്ന പോലെ അവരുടെ ഒരു വീഡിയോ, ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് പേര് ക്യാപ്ഷനൊക്കെ എഴുതുന്നു, ഇനി ഞാൻ അത് ചെയ്യാറില്ല, ഇതാണ് സംഭവം. അപ്പൊ അതിങ്ങനെ വലിയ രീതിയിലായിട്ട് പ്രചരിക്കുന്നത്. ആ ഭാഗം മാത്രമാണ് കട്ട് ചെയ്ത് പോയേക്കുന്നത് കേട്ടോ. അത് വളരെ മോശമാണ്. കാരണം അത് നിങ്ങളത് എടുത്തു വെച്ച് അത് ഇടുമ്പോൾ അത് ഇനി അവരെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സാധനം പോസ്റ്റ് ചെയ്യുമ്പോൾ അവരെ നിങ്ങൾ ഭ്രാന്തിയാക്കിയാണ്. അതായത് ഒരു മാനസിക രോഗിയാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാനാണ് പലരും ആഗ്രഹിക്കുന്നത്. ഏതായാലും അതും ചെയ്യരുത്. അതൊരു മോശപ്പെട്ട പ്രവൃത്തിയാണ്. അവരവരുടെ വഴിക്ക് പോകട്ടെ. നമുക്ക് കാണുന്നവർക്ക് എന്താ പറയാ, യൂട്യൂബായാലും സോഷ്യൽ ഇൻസ്റ്റ ആയാലും എന്തായാലും അവരുടെ മുഖം കാണാൻ വയ്യെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് കളയുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനാണ് കാണിക്കുന്നത്.